ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഉള്ളവർക്ക് കൂടുതൽ സമയം ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ സോളാർ ഇൻവെർട്ടർ വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞ് 14.2 വോൾട്ട് എത്തുമ്പോൾ മാത്രമാണ് KCB മോഡിൽ നിന്ന് ഇൻവെർട്ടർ സോളാർ മോഡിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ തിരിച്ച് 11.8 അല്ലെങ്കിൽ 11.5 വോൾട്ട് എത്തുമ്പോൾ മാത്രമാണ് തിരിച്ച് സോളാർ മോഡിൽ നിന്ന് KCB മോഡിലേക്ക് പോകുന്നത്. എന്നാൽ തന്നെ നമുക്ക് ലോഡ് കുറവുള്ള ചില വീടുകളിൽ ഇപ്പം നമുക്കറിയാം, എല്ലാ റൂമുകളിലും BLDC ഫാനാണ് എങ്കിൽ നമുക്ക് ഈ പറയുന്ന രാത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററിക്കകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 60% ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി തിരിച്ച് പകലത്തെ സോളാർ പവറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈകുന്നേരം ഏകദേശം ഒരു 11.8 വോൾട്ട് എത്തുന്ന സമയത്ത് തിരിച്ച് KCB മോഡിലോട്ട് ഇൻവെർട്ടർ പോരും. ഈ 11.8 മുതൽ 10 വോൾട്ട് വരെ നമുക്ക്, അല്ലെങ്കിൽ 10.2 10.3, അതായത് ഇൻവെർട്ടറിന്റെ ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന ലോ കട്ട് ഓഫ് വരുന്ന ഒരു സമയമുണ്ട്. അതാണ് 10.2. അതുവരെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിൽ ഒരു സ്വിച്ച് പിടിപ്പിക്കുന്ന വിദ്യയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്ത് തരുന്നത്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് എന്ന് പറയുന്നത് TP-Linkന്റെ ടാപ്പോ P110 എന്ന് പറയുന്ന ഒരു സ്വിച്ചാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഇൻപുട്ട് ആയിട്ടുള്ള ന്യൂട്രറും ഫേസും ഈ സ്വിച്ച് ത്രൂ ആണ് കടത്തി വിടുന്നതെങ്കിൽ നമുക്ക് മൊബൈലിൽ ഈ ടാപ്പോന്റെ TP-Linkന്റെ ഈ ഒരു സ്മാർട്ട് സ്വിച്ചിന്റെ അപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു വൈഫൈയും കൂടി ഈ സ്വിച്ചിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം രാത്രി 10 മണിക്ക് നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഷെഡ്യൂളിൽ രാത്രി 10 മണിക്ക് ഇൻവെർട്ടർ ഓൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 മണിയാകുമ്പോൾ, രാത്രി നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി 10 മണിയാകുമ്പോൾ ഇൻവെർട്ടർ തനിയെ ഓൺ ആവും. അപ്പോൾ നമുക്കൊരു BLDC ഫാൻ മാത്രമാണ് ഒരു 2-3 റൂമുകളിൽ ഓടുന്നതെങ്കിൽ സുഖമായിട്ട് അത് നേരം വെളുക്കുന്നവരെ ഓടിക്കാനായിട്ട് ഈ ഒരു വോൾട്ടേജിൽ സാധിക്കും. അപ്പോൾ അതെന്താന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോണത്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആകെ 16 ആംപിയറിന്റെ ഒരു പ്ലഗ് ബോക്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-250 രൂപ റേഞ്ചിലാണ് ഇതിന്റെ വില വരുന്നത്. 16 ആംപിയർ ആണ് ഇത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലഗ് ബോക്സ് നമ്മൾ മേടിക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ അതിന്റെ സ്ക്രൂ പതുക്കെ ഊരിയെടുക്കുക, ഇതുപോലെ ആക്കി വെക്കുക. പിന്നെ നമ്മളിത് TP-Linkന്റെ ഒരു വൈഫൈ സ്വിച്ചാണിത്. സ്മാർട്ട് സ്വിച്ചാണ്. വൈഫൈ മുഖേന മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഓൺ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഈ സ്വിച്ചിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും വൈഫൈ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ടിനെ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈഫൈ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ ബാറ്ററി വോൾട്ടേജ് ഫുള്ളായിട്ട് ബാറ്ററി നിറയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്തില്ല. ഇത് ഏകദേശം 16 ആംപിയറോളം സപ്പോർട്ട് ചെയ്യും. 16 ആംപിയറോളം സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. കത്തിക്കഴിഞ്ഞത് ഒരു ഗ്രീനും ഓറഞ്ചും കളറിലും കത്തിയിട്ടാണ് നിൽക്കുക. പെയറായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മൊബൈലായിട്ട് വൈഫൈ ആയിട്ടും പെയർ ചെയ്താൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കത്തി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമാണ് ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിൻ്റെ ഫേസ്, ന്യൂട്രൽ, ഔട്ട്, അങ്ങനെ 3 പിൻ വഴിയാണ് ഇത് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഫേസ്, ഇത് ന്യൂട്രൽ, ഇത് ഔട്ട്. അപ്പോൾ ഈ ഫേസ് ഇന്നും അതേമാതിരി ന്യൂട്രൽ ഇന്നും നമ്മൾ ഈ ഒരു ബോക്സിനകത്തേക്ക് കൊടുത്തിട്ട് ആ റിലേ ത്രൂ ആണ് നമ്മൾ ആ റിലേയിൽ നിന്നാണ് പിന്നെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വയർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലാണ്, യെല്ലോ വയർ ഔട്ട്, റെഡ് ഇൻപുട്ട്. അപ്പോൾ ഈ 3 വയറുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഇൻപുട്ടിലേക്ക് പോകുന്ന ഫേസും ന്യൂട്രലും നമ്മൾ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ 2 വയർ ബ്രേക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യത് ഈ ഒരു സ്വിച്ചിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഔട്ട് നമ്മൾ നേരിട്ട് ഇൻവെർട്ടറിലേക്ക് കൊടുക്കും. ഇൻപുട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു റിലേ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും.
കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ റിലേ ത്രൂ ആയിരിക്കും, അതായത് ഈ വൈഫൈ സ്വിച്ച് ത്രൂ ആയിരിക്കും ഇതിന്റെ ഇൻപുട്ട് നിയന്ത്രിക്കുക. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഡയഗ്രം ആണ്. ഈ ഫേസിന് നമ്മൾ പ്ലഗ് KCB എന്ന് വരുന്ന ഇൻപുട്ട് നമ്മൾ ഇവിടെ നോക്കുക. KCBയിൽ വരുന്ന ഇൻപുട്ട് നമ്മൾ ഫേസ് ഇവിടെ കൊടുക്കുക, ന്യൂട്രൽ ഇവിടെ കൊടുക്കുക. ആ ന്യൂട്രലിൽ തന്നെ കോമൺ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെർട്ടറിന്റെ ബാക്കിൽ കൊണ്ടു കൊടുക്കുക. ഫേസിന് നമ്മൾ ഈ ടാപ്പോ എന്ന് പറയുന്ന റിലേ ത്രൂ ആണ് നമ്മൾ പുറത്തൊരു 16 ആംപിയറിന്റെ പ്ലഗ് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ ഔട്ടാണ് നമ്മൾ കൊണ്ടിട്ട് ഇൻവെർട്ടറിലേക്ക് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിത് ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ റൈറ്റ് സൈഡ് ഫേസ് കൊടുത്തു, ഇവിടെ നമ്മൾ ന്യൂട്രൽ ഇൻപുട്ടും കൊടുത്തു, ഇവിടെ നിന്ന് തന്നെ ന്യൂട്രൽ എടുത്തിട്ട് നേരെ ഇൻവെർട്ടറിന്റെ ബാക്കിലേക്കും കൊടുക്കാനുള്ള പിന്ന് നമ്മൾ ഇവിടുന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടുണ്ട് ഈ വയർ. ഇനി നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടയ്ക്കാണ്. ഇത് ഭംഗിയായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യാം. ഇങ്ങനെ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ 16 ആംസിന്റെ ടാപ്പോ എന്നുള്ള പ്ലഗ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞു. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓൺ ആവും. ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഓൺ ആയിക്കോളും. വൈഫൈയുടെ റേഞ്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ലൈറ്റ് നമ്മുടെ കത്തി നിൽക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ വരുന്ന കോമൺ ആയിട്ടുള്ള അതായത് ഇതിന്റെ ഇൻപുട്ടിലേക്ക് വന്നിട്ടുള്ള ഈ ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് ഈ ബോക്സിന്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് ഈ ന്യൂട്രൽ പുറത്തേക്ക് എടുക്കുക. ഈ ന്യൂട്രൽ വയർ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാക്കിലേക്ക് കൊടുക്കുക. അപ്പൊ ഈ ബോക്സുമ്മ കൊടുത്തിട്ടുള്ള ന്യൂട്രൽ വയർ കോമൺ ആണ്. അപ്പൊ ഇതിന്റെ ന്യൂട്രൽ എന്ന് പറയുന്നത് നടുക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിത് അയക്കാണ്. ന്യൂട്രൽ വയർ അയച്ചിട്ട് നടുക്ക് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 16 ആംപിയറിന്റെ ഒരു പ്ലഗ് അത്യാവശ്യമാണ്. ഈ പ്ലഗില് ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പോയിന്റ് ആണ് ഫേസ് ഇന്ന്. അപ്പൊ നമ്മൾ ഈ റിലേ വരെ ഫേസ് ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്. ഇനി പ്ലഗ് ത്രൂ ആണ് ഇൻവെർട്ടറിന്റെ അകത്തേക്ക് പോവുക. അപ്പൊ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ റിലേ ഇവിടുത്തെ ഫേസ് ഇന്നിനെ കട്ട് ചെയ്യും ഓൺ ആക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് പർപ്പസ് ഇതിനകത്ത് നടക്കും. അതായത് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കി വെക്കാം, ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കി വെക്കാം. നമുക്ക് ആവശ്യാനുസരണം ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ റിലേ ഉപയോഗിച്ച് പറ്റും. ഓൺലി ഫേസ് ഇന്നിനെ മാത്രമാണ് ഇതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫേസ് ഇന്ന് നമ്മൾ ഇതിൽ കൊടുത്തു വെക്കുക. എന്നിട്ട് ഇതിന്റെ ഈ പിന്നിൽ നിന്നായിരിക്കണം ഇൻവെർട്ടറിലേക്ക് ഔട്ട് പോകേണ്ടത്. ഈ ഫേസിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്യാം. അപ്പൊ നമ്മള് വയറ് കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇനി ഇതിന് ശേഷം ഈ കവറിട്ട് ഇത് ഉറപ്പിക്കുക. ഈ ഒറ്റ വയറ് മതി ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം ഈ ഫേസിനെ മാത്രം ആ റിലേ ഉപയോഗിച്ച് നമ്മളിതിനെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യണത്. ഇനി നമ്മൾ ഈ ടാപ്പോന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പ്ലഗിലേക്ക് നമ്മൾ ഈ പ്ലഗ് ഇൻസേർട്ട് ചെയ്യുക. അതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് സുഖമായിട്ട് നമുക്ക് ഇൻപുട്ട് ഈ ഒരു റിലേ ഉപയോഗിച്ച് നമുക്ക് ഫേസ് ഇന്നിനെ ഓൺ ആക്കാനോ ഓഫ് ആക്കാനായിട്ട് സാധിക്കും വൈഫൈ ഉപയോഗിച്ചിട്ട്. ഈ യെല്ലോ കളർ എന്ന് പറയുന്നത് ഈ പ്ലഗിൽ നിന്ന്, അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 3 പിൻ സോക്കറ്റിൽ നിന്ന് വരുന്ന കണക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ട, ഔട്ട് കട്ട് ചെയ്യേണ്ട, ഔട്ട് നേരിട്ട് ഇതിലേക്ക് തന്നെ കൊടുക്കുക. ഇൻവെർട്ടറിന്റെ ബാക്കിലേക്ക് തന്നെ നമ്മൾ ഈ പിന്ന് ലൂസ് ചെയ്തതിന് ശേഷം കൊടുക്കുക. ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 3 പിന്നുകളുണ്ട്. ഒന്ന് ന്യൂട്രൽ, ഒന്ന് ഫേസ് ഇന്ന്, ഇത് ഔട്ട്. ഈ വരുന്ന ഫേസും ഇന്നും ന്യൂട്രലും ഒരു പ്ലഗിൻ്റെ അകത്തേക്ക് നമ്മളൊരു 16 ആംപിയറിൻ്റെ ഒരു സ്വിച്ച് ബോക്സിനകത്തേക്ക് കടത്തി ന്യൂട്രൽ കോമൺ ആയിട്ട് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ആ ഫേസ് ഇന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തു. ആ പിന്ന് ത്രൂ
നമ്മൾ ഇൻവെർട്ടറിന്റെ എൻഡിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ റിലേ ഓൺ ആവുന്നതിനോ ഓഫ് ആവുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഫേസ് ഇൻ ഇൻവെർട്ടറിലേക്കുള്ള ഫേസ് ഇന്ന് കട്ടാവും. അതേസമയം നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും മാനുവലി സാധിക്കും മൊബൈൽ ത്രൂ. ഈ റിലേനെ ഓൺ ആക്കാൻ പോവാണ്. വീണ്ടും ഓഫ് ആക്കാൻ പോവാണ്. വീണ്ടും നമ്മൾ ഓൺ ആക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് നോക്കിയൊരു പരീക്ഷണം മാത്രമാണ്. ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ ഇത് ചെയ്ത് നോക്കിയിട്ട്. കുഴപ്പമില്ല. ഈ ഒരു സ്വിച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു സ്വിച്ചിന്റെ ലാസ്റ്റ് മെമ്മറി ഏതാണോ കിടക്കണേ ആ ഒരു മെമ്മറിക്കകത്ത് അത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ലോഡുകളെല്ലാം രാത്രി സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.